ഹലോ ഗീസ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇഫ്താറിന് സ്പെഷ്യലായിട്ട് മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് നല്ല ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, ക്യാബേജ്, സവാള, പിന്നെ വേവിച്ച് വെച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച ചിക്കൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അല്പം സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ചിക്കനിൽ നമ്മൾ വേവിച്ചിട്ടുണ്ട് വേണമെന്നില്ല. പിന്നീട് ഗരം മസാല അല്പം ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിരുമ്മി നല്ലതുപോലെ കൈവച്ച് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിച്ച് വെക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് വേറെ വിഷയമില്ല. ഇതിന്നിപ്പോൾ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി അല്പം നേരത്തെ അരമണിക്കൂർ ആയി കുഴച്ച് വെച്ചിരിക്കുകയാണ്. അത് നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചു. എന്നിട്ട് അത് പരത്തണം. നമുക്ക് വലിയ ബോളാക്കി വലുതായിട്ട് തന്നെ പരത്തിയിട്ട് നമുക്ക് ഓരോ അടപ്പ് പാത്രം വെച്ച് അത് വട്ടത്തിന് മുറിച്ചിട്ട് അതിനകത്താണ് നമ്മൾ ഈ ഉണ്ടാക്കിയ മിക്സ് വെക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ നന്നായിട്ട് ആ ചപ്പാത്തി പ്രസ്സിൻ്റെ അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്നതിൻ്റെ അത്രയും വലിപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് നൈസാക്കരുത്. നൈസാക്കി കഴിഞ്ഞാൽ അത് ആവിയിൽ വേവിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു അടപ്പ് പാത്രം എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 3 4 എത്ര എണ്ണോ ആക്കാൻ പറ്റുമോ അതനുസരിച്ച് ആക്കി എടുത്തിട്ട് ഒരു തവിയിൽ നമ്മൾ ആ മിക്സ് വെക്കുന്നു. മിക്സ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഞുറിഞ്ഞ് ആക്കിയിട്ട് ഒന്ന് തിരുമിയിട്ട് കൊടുക്കണം. മനസ്സിലായി? എന്നിട്ട് നടുക്കൊരു കുത്തും കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനൊരു ഷേപ്പിലാണ് എടുത്തത്. നിങ്ങൾക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. മോമോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഞുറിഞ്ഞെടുക്കുന്ന ഒരു ആകൃതിയിലൊക്കെ ഇരിക്കണം. അങ്ങനെ നമ്മളത് എല്ലാം മിക്സെല്ലാം വെച്ച് നന്നായിട്ട് റെഡിയാക്കി വെച്ചു. അപ്പോൾ ആവിയിൽ വേവിക്കാനെ കൊണ്ട് പാത്രമെല്ലാം വെച്ചു. അല്പം വെള്ളം എടുത്തു. സ്റ്റീമർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം അങ്ങോട്ട് സ്റ്റീമറിലോട്ട് വെക്കാം. നമുക്ക് ഓരോന്ന് അതിന് മുമ്പ് അല്പം എണ്ണ തടവി കൊടുക്കണം സ്റ്റീമറിലെ. അത് ഞാൻ വിട്ടുപോയിരുന്നു. പിന്നെ എണ്ണ അല്പം തടവി കൊടുത്തു. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. ഇതിൻ്റെ മേളിലൊരു കാരണവശാലും നിങ്ങൾ വെക്കാൻ പാടില്ല നിരത്തി വെക്കുമ്പോൾ. ഞാൻ പക്ഷേ മേളിൽ വെച്ചു. ആ 2 എണ്ണ എനിക്ക് പൊട്ടിപ്പോയി. നിങ്ങൾ അതിനകത്ത് മാത്രം വെക്കുക. മേളിൽ 2 വട്ടമായിട്ട് നിങ്ങളിത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി മോമോസിൻ്റെ സോസ്, അത് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ടൊമാറ്റോ സോസും അല്പം ചില്ലി ഫ്ലേക്സ് എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് തേക്കുകയാണ് ചെയ്തത്. നിങ്ങളാണെങ്കിൽ സോസ് അല്പം ചൂടുവെള്ളത്തിൽ ടൊമാറ്റോയും വറ്റൽമുളകും ഇട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് അല്പം വിനീഗറും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അടിച്ച് സോസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു. പക്ഷേ എരി ഇല്ലാത്ത വറ്റൽമുളക് വേണം നിങ്ങൾ ഉപയോഗിക്കുക. എനിക്ക് എരി അല്പം കൂടിപ്പോയി. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. എരിയില്ലാത്ത വറ്റൽമുളക് ഉപയോഗിക്കണം. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ വറ്റൽമുളകിൻ്റെ എരിയും ഒന്ന് കുറച്ചു. അത് സ്റ്റീമറിൽ ആവശ്യാനുസരണം മാത്രം വെച്ച് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ മോമോസ് ഇവിടെ റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.